ആരാധകരുടെ കാത്തിരിപ്പിനൊടുവിൽ മോഹൻലാലിന്റെ ബറോസ് ഗാർഡിയൻ ഓഫ് ട്രഷേഴ്സ് എന്ന ചിത്രം ഇന്ന് തിയേറ്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമ എന്നതാണ് ബറോസിലേക്ക് പ്രേക്ഷകരെ ആകർഷിച്ച പ്രധാന ഘടകം. ബറോസ് കാണാനെത്തിയ ആരാധകർ ഏറെയാണ്. കൂടുതലും കുടുംബ പ്രേക്ഷകരാണ് ബറോസിനെത്തിയിരിക്കുന്നത്. കുട്ടികളാണ് കൂടുതലും. കുട്ടികൾക്ക് വേണ്ടിയുള്ള ചെറിയ കണ്ണടകൾ ആശീർവാദ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വ്യത്യസ്ത നിറങ്ങളിലാണ് കണ്ണട. വീണ്ടും മലയാളത്തിന്റെ വിസ്മയിപ്പിച്ച 3D സിനിമ കാഴ്ച. പ്രതീക്ഷകൾക്കപ്പുറമാണ് ബറോസ് എന്നാണ് ആദ്യ ഷോ പകുതി കണ്ടവരെല്ലാം അഭിപ്രായപ്പെടുന്നത്. നിരവധി പേരാണ് ബറോസ് കണ്ട സിനിമയെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പെഴുതുന്നത് എന്നത് ബറോസിന്റെ വിജയത്തെ സൂചിപ്പിക്കുന്നതാണ്. ആദ്യ പകുതി മികച്ചതെന്ന് മിക്കവരും പറയുന്നത് ബറോസിന് നേട്ടമായിരിക്കുകയാണ്. മലയാളം ഇന്നോളം കണ്ടിട്ടില്ലാത്ത 3D എന്നാണ് സിനിമ കണ്ടവർ മിക്കവരും അഭിപ്രായപ്പെടുന്നത്. സംവിധായകനായി മോഹൻലാൽ അരങ്ങേറ്റം മികച്ചതാക്കിയെന്നും ഇതൊരു ആഘോഷ മോഹൻലാൽ ചിത്രമല്ലെന്നും കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമയാണെന്നും പ്രേക്ഷകർ മനസ്സിലാക്കണമെന്ന് ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ബറോസിലെ ഇസബെല്ല എന്ന ഗാനം മോഹൻലാലാണ് പാടിയത്. മോഹൻലാൽ പ്രധാന വേഷം ചെയ്യുന്ന ചിത്രത്തിൽ വിദേശത്തു നിന്നുള്ള അഭിനേതാക്കളായ മായ റാവു വെസ്, സീസർ ലോറന്റെ റാറ്റ്, ഇഗ്നേഷ്യ മതിയോസ് തുടങ്ങിയവരുമുണ്ട്. കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ ചിത്രത്തിന്റെ പ്രത്യേക പ്രിവ്യൂ ഷോ നടന്നിരുന്നു. മോഹൻലാലും കുടുംബവും ഒപ്പം നിരവധി സഹപ്രവർത്തകരും ഷോയ്ക്കെത്തി. ബറോസിന്റെ റിലീസ് പാൻ ഇന്ത്യ ചിത്രമായിട്ടാണ് എന്നത് പ്രത്യേകതയാണ്. കേരളത്തിൽ മാത്രം അഡ്വാൻസായി 1 കോടി രൂപയിലധികം നേടിയിരുന്നു ബറോസ്. ആരൊക്കെ വീഴ്ത്തിയാണ് മുന്നേറ്റം എന്ന റിലീസിന് ശേഷമുള്ള കണക്കുകൾ പരിശോധിച്ചാൽ മാത്രമാണ് വ്യക്തമാവുക. എന്തായാലും മോഹൻലാലിന്റെ ബറോസ് മലയാള സിനിമാ ചരിത്രത്തിൽ നാഴികക്കല്ലാകും. മോഹൻലാൽ പാടുന്നു എന്നതും ബറോസ് എന്ന ചിത്രത്തിന്റെ ആകർഷണമാണ്. മനോഹരമായ ഗാനമാണ് ചിത്രത്തിലേത് എന്നാണ് താരത്തിന്റെ ആരാധകരും അഭിപ്രായപ്പെടുന്നത്. സംവിധായകൻ മോഹൻലാലിന്റെ ബറോസ് എന്ന സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് സന്തോഷ് ശിവനാണ്. ജിയോ പുന്നൂസ് എഴുതിയ കഥയിലെടുക്കുന്ന ചിത്രം 3Dയിൽ എത്തുമ്പോൾ ആകെ ബജറ്റ് 100 കോടി ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നിർമ്മാണം ആന്റണി പെരുമ്പാവൂർ ആണ്. മോഹൻലാൽ നായകനാകുന്ന ഒരു ഫാന്റസി ചിത്രമായിരിക്കും ബറോസ് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു.